സണ്ണിച്ചായ, സണ്ണിച്ചായോ? പത്രമായനയാണോ? അല്ല. അല്ലേ? ഞാൻ വിചാരിച്ചു പത്രം വായനയാന്ന്. ഓരോരോ ശല്യങ്ങളെ കണ്ടാലറിയില്ലേ പത്രം വായനയാണോ അതോ പാത്രം കഴുകലാണോ? സണ്ണിച്ചായോ, ക്രിസ്മസ് ആയിട്ട് ഗൾഫിൽ നിന്ന് മക്കളൊക്കെ വരുന്നുണ്ടോ? ആ, വരും. അത് നന്നായി. അല്ല ജോർജ്, എന്റെ മക്കള് വന്നാലും വന്നില്ലേലും തനിക്കെന്താ? എനിക്കെന്താ? ഭാര്യ മരിച്ച് മക്കളും എടുത്തില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന കളവന്റെ സൗഖ്യം അന്വേഷിച്ച എന്നെ വേണം. വെറുതെ കോളനിക്കാർ ഇങ്ങനെ കുറിച്ച് നല്ലതൊന്നും പറയാത്തത്. ായിട്ട് ആരാണാവോ? അങ്കിൾ, യക്കാരഡില്ലാഹ. എന്താ യക്കാരഡില്ലാഹ? ധിക്കാര സല്ലാഹയോ? നീ ഏതാ കൊച്ചേ? പാൽക്കാരൻ രാജനോ? സിക്കാരഡില്ലാഹ അല്ലെങ്കിലേ യക്കാരഡില്ലാഹ. ഞാൻ നയന. ഇനി മുതൽ ഞാനാ വരിക. രാജനങ്ങളെ ഏൽപ്പിച്ചതാ. ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറ അങ്കിളേ. ഗുഡ് മോർണിംഗ്. അങ്ങനങ്ങ് പോകാതങ്കിളേ, ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷ പറയാനാണോ രാവിലെ നീ ഇങ്ങോട്ട് വന്നത്? ഇന്ന് ഡിസംബർ 1-ാം തീയതിയാണെന്ന കാര്യം അങ്കിള് മറന്നുപോയോ? അപ്പുറത്തെ വീട്ടിലെ ജോർജ് അങ്കിളൊക്കെ ഇന്നലെ തന്നെ സ്റ്റാർ തൂക്കി. അങ്ങനെ നാട്ടുകാരെന്തൊക്കെ കാണിക്കുന്നു, അതൊക്കെ സണ്ണി കാണിക്കണമെന്നുണ്ടോ? എന്നാലും ഡിസംബർ 1-ാം തീയതി തന്നെ സ്റ്റാർ തൂക്കുന്നതല്ലേ നമ്മുടെ രീതിയും പാരമ്പര്യവും ഒക്കെ. ഇതിലൊന്നും എനിക്കിപ്പോ അത്ര താല്പര്യമൊന്നുമില്ല. മക്കള് വരുമ്പം അവർക്ക് വേണമെങ്കിൽ അവരിട്ടോളും. അല്ല കൊച്ചേ, നീ രാവിലെ പാരമ്പര്യവും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? ഞാനല്ല സണ്ണിയങ്കിളെ, നമ്മുടെ മഞ്ഞളിയച്ചൻ പറഞ്ഞിരിക്കുന്നതാ. കണ്ടു നോക്കാൻ ഞാൻ ഓടി വീട്ടിൽ ചെന്ന് ഒരു ക്രിസ്മസിന്റെ വെളുപ്പിനെ ഞാൻ ചെന്ന് വീടിന്റെ ഉമ്മറത്ത് വണ്ടി നിർത്തി നോക്കുമ്പോ എന്റെ വീട്ടിൽ ഒരൊറ്റ നക്ഷത്രം ഇല്ല. എനിക്ക് സങ്കടം വന്നു. അച്ഛനല്ലേ ഒന്നില്ലെങ്കിൽ. ഞാനാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റാ, നക്ഷത്രം ഇടണം എല്ലാ വീട്ടിലും. എനിക്ക് ഭയങ്കര നിർബന്ധ, ഡിസംബർ 1-ാം തീയതി തന്നെ ഇട്ടോളണം. ഞാനിത് പറഞ്ഞു കഴിയുമ്പോ ഈ കൊല്ലം നിങ്ങൾ എന്തായാലും ഇടും, എനിക്കറിയാം. ഡിസംബർ 1-ാം തീയതി തന്നെ ഇട്ടോളണം. 1-ാം തീയതി തന്നെ ദൈവം അനുഗ്രഹിച്ചാൽ മഞ്ഞ് വരും. മഞ്ഞ് വരണത് ക്രിസ്മസിനെ ഓർമ്മപ്പെടുത്തും. എനിക്ക് നക്ഷത്രം 31-ാം തീയതി രാത്രി തൂങ്ങിക്കോളണം. 1-ാം തീയതി നക്ഷത്രം കാണും. എന്നാ ഞാൻ ഇറങ്ങുവാ സണ്ണിയങ്കിളെ. നേരെ ഒരുപാട് വൈകി. ഞാൻ പോയിട്ട് ഉച്ച കഴിഞ്ഞ് സ്റ്റാറുമായിട്ട് വരാം. ഇത്തവണ ക്രിസ്മസ് നമുക്ക് ഉഷാറാക്കണം. യക്കാരഡില്ലാഹ. എന്താ മക്കളെ? ഇത്തവണ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം ഒന്ന് കൊഴുപ്പിക്കണം. ഞങ്ങളുടെ CML സംഘടനയെന്ന്. അതിനെന്താ, കൊഴുപ്പിക്കാലോ. ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞാ മതി. ചെറിയ പിരിവിനിറങ്ങിയതാ, കൂപ്പണുണ്ട്. വലുതാക്കാതെ ചെറുതെഴുതിക്കോ. 500 എഴുതട്ടെ ജോർജേട്ടാ? ഇച്ചിരി കുറയ്ക്കാമായിരുന്നു. പോട്ടെ, എഴുതിക്കോ. ഞാനെന്നാ പൈസ എടുത്തോണ്ട് വരാം. പറ്റിപ്പോയി, 1000 ആക്കാമായിരുന്നു, കിട്ടിയേനെ. ഞങ്ങൾ ആ സണ്ണിയങ്ങളുടെ വീട്ടിലേക്കൊന്ന് കയറട്ടെ. അച്ഛൻ പ്രത്യേകം പറഞ്ഞതാ. നല്ലൊരു തുക കിട്ടുമായിരിക്കും. ചെല്ല് കിട്ടും. വയറ് നിറച്ച് കിട്ടും. ദാ നിൽക്കുന്നു. മക്കളായിരിക്കും, ഫോണിലാ. കഴിഞ്ഞ വർഷം ഇത് തന്നെയല്ലേ ജോണി നീ പറഞ്ഞത്? എന്തൊരു ക്രിസ്മസ് എത്തിയപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരാളുള്ള കാര്യം തന്നെ നീ മറന്നു.
മറന്നല്ല അപ്പച്ച, ഓരോ തിരക്കുകൾ. ഇത്തവണ അതുപോലെ ആകില്ലെന്നേ. ഞാൻ എത്തും. എത്തിയാലെത്തി. ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ. ഞാനിപ്പോ മക്കളുടെ വാക്കുകൾക്ക് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കാറില്ല. മാത്രമല്ല, വേണ്ടപ്പെട്ടവരിൽ ഒളിച്ചോടാൻ തിരക്കഭിനയിക്കുന്ന ഈ ലോകത്ത് പ്രതീക്ഷകൾക്ക് വലിയ സ്ഥാനമൊന്നുമില്ല. ഇല്ല അപ്പച്ച, ഇത്തവണ ഞാൻ എത്തുമെന്നേ. സോഫിയെ ഞാൻ വിളിച്ചിരുന്നു. അവളും കുട്ടികളും കൂടി വരുമെന്നാ പറഞ്ഞേ. ഗുഡ് ഈവനിങ് സണ്ണി അങ്കിൾ. ആ ജോണി, ഞാൻ വൈകുന്നേരം വിളിക്കാം. ആ ആ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്തെങ്കിലും ആഘോഷ കമ്മിറ്റിയോ പിരിവോ ആണെങ്കിൽ നിൽക്കണമെന്നില്ല. ഞങ്ങൾ CML കുട്ടികളാ. പള്ളിയിൽ നിന്ന് വികാരിയച്ഛൻ പറഞ്ഞിട്ട് വരിക, ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം ഗംഭീരമാക്കണം. എനിക്ക് ഈ ആഘോഷങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല മക്കളെ. കഴിഞ്ഞ വർഷം ഈ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് വല്ല കുഴപ്പമുണ്ടായോ? ജീവിതത്തിന് ഒരു രസമൊക്കെ വേണ്ടേ സണ്ണിയങ്കിളെ? കഴിഞ്ഞ വർഷം എന്തൊരു ബോറായിരുന്നു. ഒരു കൂപ്പൺ എടുക്കങ്കിളെ. ജോർജേട്ടന് 500 എടുത്തു. ഞാൻ പള്ളിയിലോട്ട് വരുമ്പം വികാരിയച്ഛനെ കണ്ടോളാം. നിങ്ങളെയല്ലേ? എന്നാലും കൊച്ചേ, നീ സ്റ്റാറൊന്നും വാങ്ങിക്കൊണ്ട് വരണ്ടായിരുന്നു. ഞാൻ വാങ്ങുമായിരുന്നല്ലോ. അതിന് മക്കള് വരാതെ സണ്ണിയങ്കിള് സ്റ്റാർ ഇടില്ലല്ലോ. മക്കള് വരട്ടെ. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്തായിരുന്നു രസം. പരീക്ഷ കഴിയാൻ നോക്കിയിരിക്കും സ്റ്റാർ ഇടാൻ. അതുകൊണ്ട് തന്നെ ഈ 1-ാം തീയതിയുടെ കാര്യമൊക്കെ ഞാൻ മറന്നു. എന്തായാലും 1-ാം തീയതിയുടെ കാര്യം അങ്കിളിന് മനസ്സിലായല്ലോ. പിന്നെ ആ അത് പോട്ടെ, കുറച്ചു മുമ്പ് CML കുട്ടികൾ വന്നിരുന്നല്ലേ? വന്നിരുന്നു. വെറുതെ ഓരോ കോപ്രായങ്ങൾ. അല്ല, നീ അതെങ്ങനെയാ അറിഞ്ഞേ? ഞാൻ ആ സോജനെ കണ്ടിരുന്നു. അവനും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്കിളിനെ പറ്റി എന്ത് നല്ല അഭിപ്രായം അവർക്കൊക്കെ. എന്റെ കൂട്ടുകാരാ അവരൊക്കെ. ഇയാൾ ആരോടായി വർത്താനം പറയുന്നത്? മരം കാരണം കാണാനും പറ്റുന്നു. അത് പിന്നെ 1-ാം തീയതി തന്നെ സ്റ്റാറോ? ഇയാൾക്കിതൊന്നും പതിവില്ലല്ലോ. ഈ സ്റ്റാർ കുറച്ചുകൂടെ പൊങ്ങിക്കിടന്നാലുണ്ടല്ലോ തലേ മുട്ടാതിരിക്കും. അതിനുള്ള കാലം മുഴുവൻ ഇതിവിടെ കിടക്കാനൊന്നും പോകുന്നില്ലല്ലോ. പൂജ രാജാക്കന്മാരുടെ തിരുനാൾ കഴിഞ്ഞാൽ അഴിച്ചു മാറ്റണം. ഇനി അതിന് ഞാൻ വരണോ? ഓ, അപ്പോഴത്തേക്കും പിള്ളേര് വരുമല്ലോ, അവരഴിച്ചു മാറ്റിക്കോളും. ഇന്ന് ഇടിവെട്ടി മഴ പെയ്യും. എന്തേലും കാണിക്കട്ടെ. എന്നാൽ നീ ഞാൻ പോവാ, നേരെ ഒത്തിരിയായി. അത് പിന്നെ എടി കൊച്ചേ, ആ CML പിള്ളേര് എന്നെ പറ്റി നിന്നോട് എന്നാ പറഞ്ഞേ? അതൊക്കെ പിന്നെ പറയാം. യക്കാരാടില്ലാഹ. എന്നാലും അവന്മാർ എന്നെ പറ്റി എന്തായിരിക്കും പറഞ്ഞത്? ഇനി അവളെന്നെ കളിയാക്കിയതായിരിക്കോ? അതാകില്ല. അങ്കിളെ,
യക്കാരാടില്ലാഹ, ഇന്നെന്താ നേരത്തെ എണീറ്റോ? ഗുഡ് മോർണിംഗ് നയന. ഇന്ന് നേരത്തെ എഴുന്നേറ്റു. യൂട്യൂബിൽ കുറച്ച് കരോൾ പാട്ടുകൾ കാണുകയായിരുന്നു. ഈ പാട്ട് കേട്ടോ? ഒരു മിനിറ്റ് ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർത്തുപോയി. നല്ല പാട്ട് അല്ലേ അങ്കിളെ? ഇനി ഒരാഴ്ച കൂടിയുള്ളൂ ക്രിസ്മസിന്. ഈ 22-ാം തീയതി നമുക്ക് പുൽക്കൂടുണ്ടാക്കി തുടങ്ങണം. മോളെ, അതൊക്കെ മക്കള് വന്നിട്ട് പോരെ? മക്കള് വരട്ടെ പോട്ടെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 2 ദിവസം കഴിയുമ്പം ഞാൻ പുൽക്കൂടുണ്ടാക്കാനായിട്ട് വരും. അങ്കിളി ഏറുപിടുത്തമൊക്കെ കളഞ്ഞ് ഉണ്ണീഷോ ഹൃദയത്തിലേറ്റി മനസ്സ് തുറന്ന് ചിരിച്ചേ. അങ്ങനെ എടി മോളെ, കഴിഞ്ഞ ആഴ്ച നീ എന്നോട് പറഞ്ഞില്ലേ ആ CML കുട്ടികളെ നിനക്കറിയാമെന്ന്? അവരോട് ഇവിടം വരെ ഒന്ന് വരാൻ പറ. ഇനി ഞാനായിട്ടൊന്നും കൊടുത്തില്ല എന്ന് വേണ്ട. കണ്ടോ, ഒന്ന് ചിരിച്ചപ്പോ തന്നെ അങ്കിളുടെ ഹൃദയത്തിൽ ഉണ്ണീഷോ പിറന്നു. ജോർജ്, ജോർജ്, പത്രം വായനയാണോ? അല്ല, കബഡി കളിയെ ഒന്ന് മറിച്ചു നോക്കിയതാ. സൂസി എന്തേ? ഇയാളിതിന് എന്റെ ഭാര്യ തിരക്കും. അവള് അടുക്കളയിലാ. ഞാനൊന്ന് കവല വരെ പോയിച്ചു വരാം. താനെവിടെയും പോ. പോയിട്ട് വാ. അല്ല സണ്ണിച്ചാ, ക്രിസ്മസ് ഒക്കെ എവിടം വരെ ആയി? പഠിക്കലെത്തി. പുൽക്കൂടുണ്ടാക്കണം. അതിനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോവാ. ഓ സണ്ണിച്ചാ, നിങ്ങൾക്ക് എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തോന്നല്? ഭൂമി ഉരുണ്ടതല്ലേ ജോർജെ, ഒന്ന് കറങ്ങി തിരിഞ്ഞു വന്നതാ. എന്നാ ശരി, ഞാൻ പോയേച്ചു വരാം. ഇയാൾക്കിതെന്താ പിരിവല്ലോ മിട്ടിയോ? ക്രിസ്തുമസിന് നിങ്ങൾ എല്ലാവരും ഉണ്ടാകുമല്ലേ? സോഫിയും ഞങ്ങൾ ഒരുമിച്ചാ വരുന്നേ. സോഫിയുടെ കെട്ടിയോൻ അലക്സോ? അളിയൻ എന്തോ തിരക്കാ, ചിലപ്പോഴേ എത്തത്തുള്ളൂ. ഞങ്ങൾ ഏതായാലും എത്തും, കൺഫേമാ. അപ്പച്ച സന്തോഷമായിട്ടിരുന്നു. സന്തോഷമായി മക്കളെ. എല്ലാവരെയും ഒരുമിച്ചൊന്ന് കാണാൻ കൊതിയായി. ഞാനിവിടെ സ്റ്റാറൊക്കെ ഇട്ട് കാത്തിരിക്കുക. സമയം കളയണ്ട, എനിക്കിവിടെ കുറെ പണിയുണ്ട്. നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഒന്ന് ശരിയാക്കണം. ശരി അപ്പച്ച. ഉമ്മ. ശരി മോനെ, ഉമ്മ. ഒന്ന് സഹായിക്കങ്ങളെ. നീ ഇതിലൊരെണ്ണെടുത്ത് കഴിക്കേ. അതൊക്കെ കഴിക്കാം അങ്കിളെ. അങ്കിളെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ ജനാല അടയ്ക്കാൻ പറ്റുന്നില്ലെന്നേ. കുറച്ചു ദിവസം തുറന്നു കിടക്കട്ടെ. ഇത്രയും കാലം അടഞ്ഞല്ലേ കിടന്നത്. ബാക്കി നാളെ വന്ന് തീർക്കാം, നേരം വൈകി. നിന്റെ വീട്ടുകാരെ പറ്റി ഞാൻ ചോദിച്ചിട്ട് നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ പിന്നെ പറയാം, വലിയ കഥയാന്നേ. മോളെ, നീ ആ കേക്ക് എടുത്ത് കഴിക്ക. ആകെ ഒന്ന് ഉഷാറാകട്ടെ. അപ്പൊ നാളെ കാണാം. എക്കാരടില്ലാഹ. അല്ല, നീ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നെങ്കിലും നീ എന്നോടൊന്ന് പറ. അതൊക്കെ പറയാം, സമയാവട്ടെ. ഇതെന്താണെന്നൊന്ന് കണ്ടുപിടിക്കണം. അപ്പച്ച, സോറി അപ്പച്ച. അല്ലേലും എനിക്കറിയാമായിരുന്നു നിങ്ങൾ അവസാനം ഇതേ പറയുള്ളൂ എന്ന്. വരണ്ട, ഒരുത്തരം വരണ്ട. അപ്പച്ച, അങ്ങനെയൊന്നും പറയാതെ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ്. ഒന്നും കേക്കണ്ട. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങള്. അതിനിടയ്ക്ക് ഈ കിഴവനെ ആർക്ക് വേണം? അപ്പച്ചൻ എന്തൊക്കെയാ പറയുന്നേ?
ഞങ്ങൾക്ക് തിരക്കായതുകൊണ്ടല്ലേ. സോറി അപ്പച്ച. വരില്ല പോലും. വരണ്ട, ഒരുത്തനും വരണ്ട. ഇന്നെന്താ സണ്ണിയങ്ങൾ ഇതുവരെ എഴുന്നേറ്റില്ലേ? സണ്ണിയങ്ങളെ, സണ്ണിയങ്ങളെ, ഇന്നെന്താ ഇതുവരെ എഴുന്നേറ്റില്ലേ? സണ്ണിയങ്ങളെ, 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 സണ്ണിയങ്ങളെ. എന്നാലും സണ്ണിച്ചായ ഞങ്ങളെല്ലാം അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നിങ്ങൾ വിചാരിച്ചോ ഞാനങ്ങ് തട്ടിപ്പോകുമെന്ന്? BP ചെറുതായൊന്ന് കൂടി, വീണപ്പം തലയൊന്ന് പൊട്ടി. അതിനിത്ര പേടിക്കാനെന്തിരിക്കുന്നു? ഉണ്ണീശോ രക്ഷിച്ചു. എന്തായാലും കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ. ആശുപത്രിക്കാരവിടെ 2 ദിവസം കിടത്താൻ നോക്കി. നിർബന്ധിച്ച് ഞാനിങ്ങ് പോന്നു. നല്ലൊരു ക്രിസ്മസ് ആയിട്ട് അവിടെ പോയി കിടക്കാൻ പറ്റുമോ? സണ്ണിച്ചാന്റെ ഫോൺ എവിടെ? സ്വിച്ച് ഓഫ് ആണോ? അതിവിടെ എങ്ങാണ്ട് കിടപ്പുണ്ട്. അത് ഓഫ് ചെയ്തിട്ടിരിക്കുക. സോഫി വിളിച്ചിരുന്നു. ഞാൻ അവരോട് കാര്യം പറഞ്ഞു. അവര് പുറപ്പെട്ടിട്ടുണ്ട്. ആ തിരക്കുകാരൊക്കെ എന്തിനു ബുദ്ധിമുട്ടിക്കണം? അവരോട് വരണ്ടെന്ന് പറഞ്ഞേരെ. അത് ശരി, മക്കളുമായി വഴക്കായില്ലേ? അതാ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും മക്കള് ചെയ്യാനുള്ളത് മക്കള് ചെയ്യണ്ടേ? അത് പിന്നെ കഴിഞ്ഞ ഓണത്തെ പോലെ ഇത്തവണ അവരെന്നെ പറ്റിക്കാന്ന് വെച്ചാ? ഒന്ന് BP കൂടിയാലെന്താ, മക്കളെത്തുമല്ലോ. പിന്നെ സണ്ണിച്ചായന്റെ പുൽക്കൂടൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അവൾ പുൽക്കൂട് തീർത്തിട്ടാണോ പോയത്? എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങുക. എന്തേലും മിണ്ടിയും പറഞ്ഞിരിക്കാൻ ജോമോനെ ഇങ്ങോട്ട് വിടാം. ഓ താങ്ക് യു. ഞാൻ പറഞ്ഞ കാര്യം മോൻ ഗൂഗിളിൽ നോക്കിയായിരുന്നോ? നോക്കിയപ്പച്ചാ, അതൊരു അറമായിക്ക് വേടാ. അർത്ഥം ദൈവത്തിന് മഹത്വം, ഗ്ലോറി ടു ഗോഡ്. ഓ, നിനക്ക് എന്റെ വകയൊരു വലിയ സമ്മാനമുണ്ട്. നയനമോളെ, നീ രാവിലെ ഇങ്ങ് വാ.
എക്കാറഡില്ലാഹ. അല്ല സാറെന്താ പറഞ്ഞ? അത് പിന്നെ അല്ല, നയനമോള്. നയനമോളോ? അതാരാ? എന്താ സാറേ ഇത്? ഇത് ഞാനാ, രാജൻ. നല്ലൊരു ക്രിസ്മസ് ആയിക്കൊണ്ട് പിച്ചുമ്പേയും പറയാണോ? ഏയ്, അത് പിന്നെ നയനമോള്. സണ്ണിയങ്കൾ എക്കാറാടില്ലാഹ. എക്കാറാടില്ലാഹ. സണ്ണിയങ്കൾ, ദൈവത്തിന് മഹത്വം. ബൈ. ഹാപ്പി ക്രിസ്മസ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം.